ബിഗ് ബോസ് മലയാളം സീസൺ 7 12ാമത്തെ ആഴ്ച ഒരു ഞെട്ടിക്കുന്ന എവിഷനാണ് നടന്നിരിക്കുന്നത്. മറ്റാരുമല്ല, ആര്യൻ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു എന്നാണ് അറിയുന്നത്. ഒഫീഷ്യലി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആര്യൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. ശരിക്കും പ്രേക്ഷകരൊക്കെ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് ആര്യൻ. എന്നാൽ പോലും ഇപ്പോൾ മറ്റു പലരും, നെവിനെ പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോകണമെന്നാണ് പ്രേക്ഷകർ നല്ലൊരു ശതമാനവും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ആര്യന്റെ ഒരു എവിക്ഷൻ ഈ ഒരു വീക്ക് നടന്നിരിക്കുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല. എന്നാൽ പോലും നമ്മൾ മുൻപിട്ടിരുന്ന വീഡിയോയിൽ ഈ ഒരാഴ്ചത്തെ ഡേഞ്ചറസ് സോണിൽ വരുന്ന കണ്ടസ്റ്റൻസ്, ഈ ഒരാഴ്ച പ്രേക്ഷക സപ്പോർട്ട് കുറഞ്ഞിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ വന്നൊരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ആര്യൻ. നമ്മുടെ ആര്യൻ ആണെന്നുണ്ടെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും നെവിൻ ആണെന്നുണ്ടെങ്കിലും ഡേഞ്ചറസ് സോണിൽ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടി ആയിരുന്നു. എന്നാൽ പോലും നമ്മുടെ യൂട്യൂബ് പോളുകൾ നോക്കിക്കഴിഞ്ഞാലും അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന നല്ലൊരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന അൺഒഫീഷ്യൽ പോളുകളും യൂട്യൂബിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലും നെവിൻ പുറത്തു പോകണമെന്നാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നത്. നെവിന് എതിർത്ത് നിന്നിരുന്ന പ്രേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്കൊരു ഒഫീഷ്യൽ വോട്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യനാണ് വോട്ട് കുറവ് എന്നാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നെവിനെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് രീതിയിൽ ഗെയിം കളിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ സപ്പോർട്ടുള്ള അനുമോള്, അനീഷ്, അതുപോലെ തന്നെ ഷാനവാസ് എന്നിവർക്കെതിരെ ഗെയിം കളിച്ചത് കൊണ്ട് തന്നെ അവരെ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആളുകൾ നെവിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ചെറിയ ഫേവറിസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ആര്യനെ പറഞ്ഞു വിട്ടത് എന്ന് വെച്ച് നോക്കിക്കഴിയുമ്പം ആര്യൻ ഈ ഒരു സീസണിലേക്ക് വന്നു. ആദ്യ 1-2 ആഴ്ചകൾ മികച്ച രീതിയിൽ മുന്നിലേക്ക് വന്നു ഗെയിം കളിച്ച് പിന്നീട് ഒരു ഗെയിമർ എന്ന നിലയിൽ നിന്നും തീർത്തും അധംപതിച്ചു പോകുന്ന ഒരു ആര്യനെയാണ് നമ്മൾ കണ്ടത്. 2-3ാമത്തെ ആഴ്ച മുതൽ ആ ഒരു നിലപാടുകളുടെ മാറ്റവും അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ടാസ്കുമായി ബന്ധപ്പെട്ട് മൊത്തം അടപടലം 3G ആയിട്ടുള്ള ആര്യനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പ്രേക്ഷകരൊക്കെ നന്നായിട്ട് വെറുത്ത് നല്ലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ജിസേലുമായിട്ടുള്ള ഒരു കോൺട്രാവേഴ്സി കോംബോയും കാര്യങ്ങളും ഒക്കെ പുറത്തോട്ട് വന്ന് വളരെ മോശമായിട്ട് പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ ഒരു കോംബോയും കാര്യങ്ങളും വന്നില്ലായിരുന്നെങ്കിൽ മികച്ച രീതിയിലേക്ക് വരേണ്ട ഒരു കണ്ടസ്റ്റന്റുമായിരുന്നു ആര്യൻ. മികച്ചൊരു ഗെയിമർ ആയിരുന്നു. ടാസ്കുകളെ മനസ്സിലാക്കി ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ ഒരു അവസാന സമയത്തേക്ക് വന്നപ്പോൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും കുറച്ച് ഫേവറിസം ഒക്കെ കാണിച്ച് ആര്യനെ കയറ്റിക്കൊണ്ട് വരാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതുപോലെ ടിക്കറ്റ് ടു ഫിനാലയിലൊക്കെ മികച്ച രീതിയിലുള്ള സപ്പോർട്ടുകളും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പോലും നമ്മളെല്ലാം എവിഡന്റ് ആയിട്ട് കണ്ടതാണ്. ബട്ട് എന്തോ സാഹചര്യങ്ങൾ ആര്യന് അനുകൂലമല്ലായിരുന്നു എന്ന് തോന്നുന്നു. ടിക്കറ്റ് ടു ഫിനാലെയും നൂറ തൂക്കിയതോടുകൂടി ആര്യനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാവണം ബിഗ് ബോസും ആര്യനെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നത്. കാരണം മറ്റു ചിലരും ബിഗ് ബോസിന്റെ സൈഡിൽ ഫേവറിസം ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ എങ്ങനെയെങ്കിലും ടോപ്പ് 5ലേക്കൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആര്യനെ അവിടെ പിടിച്ചു നിർത്താതെ പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ നെവിന്, സാബുമാൻ എന്നിവരെ പോലെയുള്ള ബലിമൃഗങ്ങളെ അവിടെ നിർത്തിയാൽ അടുത്ത ഒരു ആഴ്ചയിലേക്കൊക്കെ വരുമ്പോൾ അവരെ പറഞ്ഞയക്കുകയും അവർക്ക് താല്പര്യമുള്ള പല കണ്ടസ്റ്റൻസിനെയും ഈ പറയുന്നത് പോലെ ടോപ്പ് 5-നുള്ളിലേക്ക് കയറ്റിവിടാൻ സാധിക്കും. സോ നമ്മുടെ ബലിയാടകളായിട്ട് നിർത്തിയിരിക്കുന്ന സാബുമാൻ അതുപോലെ തന്നെ നെവിനെയൊക്കെ അവിടെ നിർത്തി ഈ പറയുന്ന ആര്യനെ അങ്ങ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോസിബിലിറ്റീസ് കൂടും നിർത്താൻ. അല്ലെങ്കിൽ ഈ ഒരു അവസാന സമയത്തേക്ക് വരുമ്പോൾ ആര്യനൊക്കെ നല്ല വോട്ടുകൾ ഉണ്ടെങ്കിൽ ആര്യനെ ഒന്നും പിന്നീട് അടുത്ത ഒരാഴ്ച പുറത്താക്കാനുള്ള അവസരം കിട്ടിയൊന്നും വരില്ല. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം പ്രേക്ഷകരുടെ ഹേറ്റും പ്രേക്ഷകർക്ക് വലിയ താല്പര്യമില്ലാത്ത കണ്ടസ്റ്റൻസിൽ പെടുന്ന ഒരാൾ കൂടിയാണ് ആര്യൻ. അതിനാൽ തന്നെ ആര്യനെ പുറത്താക്കുന്നതായിരിക്കും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്കും സേഫ്. എന്താണെന്നുണ്ടെങ്കിലും ആര്യന്റെ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം സാബുമാനും നെവിനും ഒക്കെ നിൽക്കുമ്പോൾ ആര്യൻ ഒരിക്കലും ഇപ്പോൾ പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല. ടോപ്പ് 5 എന്താണെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ആര്യൻ. അതിപ്പോ എത്ര നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ടോപ്പ് 5 പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടി ആയിരുന്നു ആര്യൻ. എനിവേസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും ആര്യൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.